ഇന്ന് എൻ്റെ ഒരു 2016 മോഡൽ ഹോണ്ട ഡിയോ ആണ് ഈ വണ്ടി. ഞാൻ മുന്നേ യൂസ് ചെയ്ത വണ്ടിയാണ്. ഹിമാലയന് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മോട്ടോർ സൈക്കിളല്ല, സ്കൂട്ടർ. അതപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു എങ്ങനെയാണ് ഈ വണ്ടി ഇനിയിപ്പോൾ ഇവർ സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്നവർക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ള രീതിക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് വണ്ടിനെ കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് സംസാരിക്കാം. ഈ വണ്ടി സ്റ്റാർട്ടാക്കണമെങ്കിലേ നമ്മൾ ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് അടിച്ചാലാണ് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. പക്ഷേ ഈ കാര്യം എനിക്ക് പണ്ട് അറിയില്ലായിരുന്നു. അപ്പോൾ വണ്ടി എടുത്തപ്പൊക്കെ 2016 വണ്ടി എടുക്കുന്ന സമയത്ത് ഇതുണ്ടായിരുന്നു, നമ്മുടെ ഗ്രില്ലുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളപ്പോഴൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിലും അപ്പോൾ ഇൻസ്റ്റഗ്രാം അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫേസ്ബുക്കായിരുന്നു. അപ്പോഴൊക്കെ എല്ലാവരും നമ്മൾ ഈ ഫോട്ടോസൊക്കെ കാണാമല്ലോ, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്ന എല്ലാവർക്കും ഡിയോ ഒക്കെ നല്ല വലിയ കാര്യമുള്ള വണ്ടിയായിരുന്നു. എന്താ വെച്ചാൽ ഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോരോ പോസുകളൊക്കെ ഇടുന്നതും കുറേ പേര് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നല്ല മോഡിഫൈഡ് ഡിയോ ഒക്കെ വെച്ച് കുറേ പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ആയിട്ടാണ് നമ്മൾ വണ്ടി മോഡിഫൈ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് അടിപൊളിയല്ലേ ഈ സ്ഥലം. ഈവനിങ് ഒക്കെ നല്ല രസമായിക്കോട്ടെ. ഇവിടെ പാലം, ഇവിടെയൊക്കെ വന്നിരിക്കാനൊക്കെ സൺസെറ്റൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ നാട്ടിലാണ്. ഇപ്പോൾ ഞാനെന്താ പാലക്കാട്ടേക്ക് പോകുന്ന വഴിയാണ്. മീൻസ് നെന്മാറ ടു പാലക്കാടുള്ള ഒരു ചെറിയ റൂട്ടാണ്. അപ്പോൾ ആ വഴിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോൾ എടുക്കുമ്പോൾ ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ഊരി ഇതൊക്കെ ഒരു 2-3 മാസത്തിൽ ഈ നമ്മുടെ പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ള രീതിക്ക് ഈ ഗാർഡൊക്കെ തരുമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ ഊരി വെച്ചിട്ടാണ് പിന്നെ വണ്ടി ഓടിച്ചത്. ഇപ്പോൾ നല്ല നമുക്ക് യൂത്ത് പിള്ളേരുടെ ഇടയിൽ, അത് സ്കൂട്ടിയിൽ ഇത്തിരി അടിപൊളിയായി കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു വണ്ടി അങ്ങനെയായിരുന്നു വണ്ടി നമ്മുടെ ഹോണ്ട ഡിയോ. എപ്പോഴും ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ എല്ലാം കുറേയൊക്കെ മാറി, അതിൻ്റെ സ്റ്റൈലിംഗ് പ്രൊപ്പോർഷനൊക്കെ മാറിയിട്ടുണ്ട്. ബാക്കൊക്കെ വേറൊരു സ്റ്റൈൽ പോലെ ആയിട്ടുണ്ട്. കുറച്ച് ആക്റ്റീവ മിക്സ് പോലെ ഫീൽ ചെയ്യും. അതായത് ഫ്രണ്ട് കുറച്ച് ഡിയോ പോലെയും അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പ്രോപ്പർ ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതെങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ പവറൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യമുണ്ട്. പവർ ഫിഗർ അങ്ങനെയൊന്നും എനിക്കറിയില്ല. വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല. നമുക്കൊരു ടോപ്പ് സ്പീഡ് അതിൽ എത്ര 80 തോന്നുന്നു. 80 സ്പീഡ്. 80-ന് അപ്പുറമൊന്നും പോവില്ല. 80 ടോപ്പ് സ്പീഡ്. പിന്നെ മൈലേജ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ്. 48 അങ്ങനെ എന്തൊക്കെയാണ്, 40, 45, 48 കിട്ടുള്ളൂ. പിന്നെ അതാണ് ഇപ്പോൾ ടോപ്പ് സ്പീഡ് 80 കിട്ടുള്ളൂ. പിന്നെ അത്രയ്ക്ക് സ്റ്റേബിളൊന്നും അല്ല. കുഞ്ഞ് വെയിലായതുകൊണ്ട് മറ്റേ ആക്റ്റീവിൻ്റെ അത്ര പോലെ സ്റ്റേബിളല്ല വണ്ടി. നമുക്കിങ്ങനെ ഒളഞ്ചർ പോലെ ഫീലൊക്കെ വരും. പിന്നെന്താണ് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ടയറൊക്കെ വേഗം 10,000 കിലോമീറ്ററിലൊക്കെ പോവും. അപ്പം ഞാൻ ഈ വണ്ടി ഇതൊക്കെ 10,000-ൽ പോയിട്ട് പിന്നെ ബൈക്കിലൊന്നും അങ്ങനെയല്ലല്ലോ. നമ്മൾ സാധാ കമ്മ്യൂട്ടിങ് ബൈക്കിലൊക്കെ നല്ല കിലോമീറ്റർ കിട്ടുമല്ലോ. ബട്ട് നമ്മൾ ഇതിന്ന് ഹിമാലയനിലേക്ക് വരുമ്പോൾ നൈസാണ്. എന്താ വെച്ചാൽ പെട്ടെന്ന് ഓക്കെ, അത്രയും 10,000 അല്ലേ, സെയിം ആണ്. പക്ഷേ ഇതിന് പ്രൈസ് 1000 രൂപ വരുള്ളൂ. ഒരു ടയർ 1000 സംതിങ്. നമ്മുടെ വണ്ടിക്ക് 3000 സംതിങ് വരും. അപ്പോൾ അങ്ങനെ. പിന്നെ ഞാനിതൊരു 2016 തൊട്ടിട്ട് 2022 വരെയും ഈ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് കൊച്ചിക്ക് ഞാൻ ഓഫീസിലേക്ക് കൊണ്ടുപോകാനും എല്ലാത്തിനും വണ്ടി തന്നെയായിരുന്നു. നാട്ടിലേക്ക് പോകാനും വരാനെല്ലാം, പാലക്കാട്ട് കൊച്ചി പോകാനും ഞാനും പാർട്ണറും ഞങ്ങളെല്ലാം ഇതിൽ തന്നെയായിരുന്നു ഫുൾ കറക്കമെല്ലാം. അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് വരാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു 70-80 പിടിച്ച് വരും. ഞങ്ങൾ അതിനെ 80 പിടിച്ച് വരും. 60 കുഴപ്പമില്ല. 80 പോകുമ്പോൾ മറ്റേ വൈബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. മീൻസ് ബെഞ്ചിലൊക്കെ താഴെയാണല്ലോ, നമുക്കിതൊന്നും അത്രയ്ക്ക് അറിയില്ല. സീറ്റിലാണ് വൈബ്രേഷൻ അറിയുക. പിന്നെ ബാക്ക് സീറ്റൊക്കെ കുഷനൊന്നുമില്ല. മീൻസ് നല്ലൊരു പലക പോലെയാണ്. മറ്റേ വണ്ടി പോലെയൊന്നും കംഫർട്ടൊന്നും അല്ല. അപ്പോൾ അങ്ങനെയാണ്. സീറ്റിങ്ങൊക്കെ അതാണ്. ഓട്ടിക്കുന്ന ആൾക്ക് കുഴപ്പമില്ല. ബാക്കിൽ വലിയ കംഫർട്ടൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ഹിമാലയൊക്കെ എടുത്തപ്പോൾ ഇത് വീട്ടിൽ കൊണ്ട് വെച്ചായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛനാണ് ഇതൊക്കെ സെറ്റ് ചെയ്തത്. ഈ സംഭവങ്ങൾ, ഗ്രില്ലുകളൊക്കെ സേഫ്റ്റി പർപ്പസ് എന്നിട്ട് വേണം എന്നിട്ട് ഇതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് വെച്ചാൽ. പിന്നെ സർവീസൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു 2500-3000 ഞാൻ ചെയ്യും എന്നാണ് തോന്നുന്നത്. അതെ, 2500-3000 ചെയ്യും. ബൈക്കിനൊക്കെ നമ്മൾ 4000-5000 ചെയ്യുക. ഇത് കയ്യിലും കുറവാണ്. അത്ര ഓയിൽ ചെറിയ കപ്പാസിറ്റി ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണ്. ഇതിൻ്റെ സർവീസ് അതാണ്. സർവീസ് ചാർജ് കുറച്ച് കൂടുതലാണ്. അങ്ങനെ നമ്മൾ സാധാ ബൈക്ക് പോലെ, സാധാ നമ്മുടെ യൂണിക്കോൺ 150cc ബൈക്കുകളൊക്കെ ഒരു 600-700 രൂപയ്ക്കൊക്കെ ശരിക്കും റെഗുലർ സർവീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഒരു 800 രൂപയ്ക്ക് പോവും. കുറച്ച് പ്രീമിയമാണ്.
ഈ സ്കൂട്ടർ ശരിക്കും കുറച്ച് സർവീസ് ചാർജ് കൂടുതലാണ്. സാധാ കമ്മ്യൂട്ടർ ബൈക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ബൈക്ക് തന്നെയാണ് നല്ലത് കമ്മ്യൂട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഒരു മീൻസ് നമുക്ക് യൂട്ടിലിറ്റി നോക്കുമ്പോൾ സാധനങ്ങൾ കൊണ്ടുപോകാനും ഒരു ഫാമിലി മാൻ എന്നുള്ള രീതിക്ക് നല്ല റോൾ ചെയ്യും. അത് വീട്ടിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകണം, പിന്നെ അങ്ങനെ കുറേ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടി അടിപൊളിയാണ്. പിന്നെന്താ അതിന് പറയാനുള്ളത്, പിന്നെ കുറച്ച് ഇതൊക്കെ മോഡിഫൈ ഒക്കെ ചെയ്തായിരുന്നു കുറച്ചൊക്കെ. ഞാൻ വേണമെങ്കിൽ അതിന് ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി നമുക്ക് വേറെ സ്റ്റൈലൊക്കെ നോക്കി നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു. പക്ഷേ ഒത്തിരി ഹെഡ്ലൈറ്റൊക്കെ മഞ്ഞ സ്റ്റിക്കറൊക്കെ അടിച്ച് ഇവിടെ ഫോഗ് ലൈറ്റൊക്കെ വെച്ചായിരുന്നു. പിന്നെ അങ്ങനെ ചെറിയ അങ്ങനത്തെ, പിന്നെ എക്സോസ്റ്റ് ഒന്നും ചെയ്തില്ല. അങ്ങനെയൊക്കെയായിരുന്നു ഫസ്റ്റ് ചെയ്തത്. പിന്നെ ഞങ്ങൾ മീറ്റപ്പിനൊക്കെ പോയിട്ടുണ്ട്. പിന്നെന്തായിരുന്നു, മീറ്റപ്പിനൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഫേസ്ബുക്കൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ഒരു കുറേ പേരിനെയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ കുറച്ചൊരു കമ്മ്യൂണിറ്റി ഇതിൽ ഇഷ്ടപ്പെടുന്നതിനൊക്കെ പിടിച്ച് മെസ്സേജൊക്കെ അയച്ച് പിന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങി. DRC പാലക്കാട് എന്നൊക്കെ പറഞ്ഞു, DO റൈഡേഴ്സ് ക്ലബ്ബ്, അങ്ങനെ അടിപൊളിയല്ലേ. അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കോളേജിൻ്റെ ആ സമയത്തൊക്കെ. കോളേജിലൊക്കെ തന്നെയായിരുന്നു വണ്ടി. പിന്നെ ഞാനിങ്ങനെ ആലോചിച്ച് നമുക്കൊരു ഇപ്പോൾ അപ്ഗ്രേഡിൻ്റെ ആ ഒരു ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഇത് ഉണ്ടായിരുന്നു, എല്ലാവിടേക്ക് പോകാനും എല്ലാത്തിനും നമ്മുടെ വണ്ടി ഉണ്ട്. പിന്നെ ടോപ്പ് കണ്ടീഷനായിരുന്നു സർവീസ്. ഇപ്പം മീറ്റർ വർക്കാവുന്നില്ല. കിലോമീറ്റർ എത്ര 68,000 വരെ, അത് കൂടുതൽ ഓടിയിട്ടുണ്ട്. ഞാനൊരു 60 വരെയൊക്കെ ഓടിയായിരുന്നു. ഇത് മീറ്റർ ഓടാത്തതിൻ്റെയാണ്. മീറ്റർ ഇടയിൽ നിന്നിട്ടുണ്ടായിരുന്നു 2-3 പ്രാവശ്യം. മീറ്റർ കേബിൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരിക്കൽ ഞാൻ ഇതിൻ്റെ CVT ബെൽറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ട്രാൻസ്മിഷൻ്റെ നമ്മുടെ ആ ഒരു ബെൽറ്റ് വരുന്നത് ഒരു 45,000 മാറ്റിയായിരുന്നു. അപ്പം എല്ലാ സ്കൂട്ടേഴ്സും ആ സമയത്ത് മാറ്റണം. എന്ന് വെച്ചാൽ അത് സ്ട്രെച്ചബിളായിട്ട് കേട് വന്ന് പോവും. സോ നിങ്ങളത് ചെയ്യണം. പിന്നെന്താണ്, പിന്നെ ഇതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. വേറെ അങ്ങനെ കൂടുതൽ ചേഞ്ച് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ടയർ ഇങ്ങനെ കുറേ മാറ്റിയിട്ടുണ്ട്. 10,000 ടയർ ഇങ്ങനെ മാറ്റും. അതെ, ഒരു കൽപ്പാത്തി സ്റ്റൈൽ പോലെ ഉണ്ട് അല്ലേ. രഥമുണ്ട് അല്ലേ. തേരക്കുണ്ട്, 2 തേരക്കുണ്ട്. അതിന് ബാക്കിൽ ഒന്നുണ്ട്. അതായത് 2 അല്ല 3 ഉണ്ട്. 1, 2, 3. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊക്കെ പറഞ്ഞു. കംഫർട്ട് ഇതൊക്കെയാണ്. പിന്നെ ഹോണ്ടയാണ്. സോ അതാണ് മെയിനായിട്ട്. ഒരു ഹോണ്ട വണ്ടിയുടെ മീൻസ് പണ്ടത്തെ ഹോണ്ടയുടെ വണ്ടികളൊക്കെ നല്ല റിഫൈൻമെൻ്റ് ഒക്കെ. ഇത് നല്ല റിഫൈൻഡാണ്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എഞ്ചിൻ പണിയൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ ഒരു ഇത്ര വണ്ടി 10,000-68,000 ആയില്ലേ. കറക്റ്റ് സർവീസായിരുന്നു. നമ്മൾ വേറെ ഇട്ട് വലിപ്പിക്കൊന്നുമില്ല. ഞാൻ കറക്റ്റായിട്ടായിരുന്നു സർവീസൊക്കെ ചെയ്ത് നോക്കിയിട്ടിരുന്നത്. വണ്ടി ഓടിക്കുമ്പോൾ മീൻസ് എപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ലോങ് പോകാമെന്നുള്ള മൈൻഡ് സെറ്റിലെടുത്താൽ ഞാനിത് വെച്ചിട്ട് കോയമ്പത്തൂർ, ഇവിടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോവുക, പിന്നെ കൊച്ചിക്ക് പോവുക, പിന്നെ കോഴിക്കോട് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എറണാകുളം അങ്ങനെ കൊച്ചി പിന്നെ അങ്ങനെ ഫുള്ള് കറങ്ങിയിട്ടുണ്ട്. അങ്ങനെ വണ്ടി അതന്നെ വേണമെന്നില്ലല്ലോ നമുക്ക് ഏത് വണ്ടിയാണെങ്കിൽ കുഴപ്പം. ഇതാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും സ്ട്രെയിൻ ചെയ്യേണ്ടി വരും, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുക. 2016 ഇപ്പോൾ 10 വർഷമായി വണ്ടി. 10 വർഷമൊക്കെ ആയിട്ട് 50 വർഷം ആ വണ്ടിയിൽ കിട്ടാനുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് നോക്കി എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ചെറിയ ഓട്ടങ്ങളേ ഉള്ളൂ, ടൗണിലെ ഓട്ടമേ ഉള്ളൂ, സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ വണ്ടി എടുക്കുക. അടിപൊളിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല ഇതായിട്ട് നോക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ചെറിയൊരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.